ചൈനയിലെ വലിയ അണക്കെട്ട് ത്രീ ഗോർജസ് 1919 ഹുബൈ പ്രവിശ്യയിലെ യാങ്സെ കിയാൻ നദിക്ക് കുറുകെയാണ് ത്രീ ഗോർജസ് അണക്കെട്ട് നിർമ്മിച്ചത്. പതിറ്റാണ്ടുകളോളം സമയമെടുത്താണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ താത്കാലിക പ്രഥമ പ്രസിഡന്റ് ആയിരുന്നു സൺ യാറ്റ്സൻ. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം. ഏകദേശം $25 ബില്യൺ അണക്കെട്ടിന്റെ നിർമ്മാണ ചെലവ്. ലോകത്തിനു മുന്നിൽ ചൈനയുടെ ശക്തി അടയാളപ്പെടുത്താനാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. ത്രീ ഗോർജസിന്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറെയാണ്. 22,500 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഈ അണക്കെട്ട് ലോകത്തിലെ ഏറ്റവും അധികം സ്ഥാപിത ശേഷിയുള്ള വൈദ്യുത നിലയം കൂടിയാണ്. വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതിനു പുറമെ വെള്ളപ്പൊക്കം തടയാനും യാങ്സ്റ്റേ നദിയിലെ ജലഗതാഗതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ത്രീ ഗോർജസിന്റെ നിർമ്മാണം ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയെ ബാധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ കാര്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? ഒന്ന് പരിശോധിക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 175 മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം വെള്ളം സംഭരിക്കുന്നത്. ഏകദേശം 39 ട്രില്യൺ കിലോഗ്രാമോളമാണ് ഈ അണക്കെട്ടിന്റെ ഭാരം. അതുകൊണ്ട് തന്നെ അണക്കെട്ടിലെ ജലത്തിന്റെ ഭാരം മൂലം ഭൂമിയുടെ നിശ്ചലാവസ്ഥ വർദ്ധിപ്പിച്ചതാണ് ഭൂമിയുടെ ഭ്രമണവേഗം കുറയാൻ കാരണമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതായത് ഒരു വസ്തു അതിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് എത്രമാത്രം അകന്നിരിക്കുന്നുവോ അത്രയധികം അതിൻ്റെ നിശ്ചലാവസ്ഥ വർദ്ധിക്കുന്നു. ഇത് ഭൂമിയുടെ ഭ്രമണവേഗത കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. സമുദ്രനിരപ്പിന് മുകളിലുള്ള ജലത്തിൻ്റെ വലിയ മാസ് ഭൂമിയുടെ നിശ്ചലാവസ്ഥ വർദ്ധിപ്പിക്കുന്നുവെന്നും എന്നാൽ അതിൻ്റെ ഭ്രമണപഥത്തിലെ മാറ്റം 0.06 മൈക്രോ സെക്കൻഡ് മാത്രമാണെന്നും മീഡിയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 0.06 മൈക്രോ സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദിവസങ്ങൾ വരെ നമുക്കുണ്ട്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തന്നെ അത്ഭുതമായി തോന്നിയേക്കാവുന്ന കാര്യം. ഭൂമിയുടെ ഭ്രമണത്തിൽ മാറ്റമുണ്ടാക്കുന്ന മറ്റു ചില കാരണങ്ങളാണ് ഭൂകമ്പങ്ങൾ, സുനാമികൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ചന്ദ്രന്റെ സ്വാധീനം. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. പക്ഷേ ത്രീ ഗോർജസ് അണക്കെട്ട് ഭൂമിയുടെ ഭ്രമണത്തിൽ വരുത്തിയ മാറ്റം വളരെ ചെറുതാണ്. എങ്കിലും ഭൂമിയുടെ ഭ്രമണത്തെ ബാധിക്കുന്ന ഒരേ ഒരു മനുഷ്യനിർമ്മിത വസ്തുവാണ് ത്രീ ഗോർജസ് അണക്കെട്ട് എന്ന വസ്തുത തള്ളിക്കളയാനും സാധിക്കില്ല.